എല്ലാവർക്കും ഇ പി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് നമ്മുടെ നാട്ടിലെ പൂച്ചലമാട് പ്രവാസി കൂട്ടായ്മയും അതേപോലെ ഷിയാബ്തങ്ങൾ ഡയാലിസിസ് സെൻ്ററും സംയുക്തമായിട്ട് ഒരു കിഡ്നി രോഗനിർണയ ക്യാമ്പ്, അതുപോലെ നമ്മുടെ വെള്ളത്തിൻ്റെ pH മൂല്യം ടെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ലിവർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ പ്രവാസി കൂട്ടായ്മ നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കിഡ്നി രോഗനിർണയ ക്യാമ്പും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളാണെന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാം മറന്നുകാണ്ട് ഒരു കൂട്ടായ സഹകരണത്തോടു കൂടിയാണ് നമ്മളെ പരിപാടി ഉണ്ടാവുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. നമ്മുടെ ഈ ഒരു കിഡ്നി രോഗനിർണയ ക്യാമ്പ്, അതുപോലെ വാട്ടർ ടെസ്റ്റ്, ലിവർ ടെസ്റ്റ്, അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഉദ്ഘാടന സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളും നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്തിൽ മാത്രം ഞങ്ങൾ ആ സർവേ നടത്തുമ്പോൾ 84 ആളുകൾ കിഡ്നി രോഗികളായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരു കാര്യം, ആ ക്യാഷ് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള മറ്റൊരു സത്യം. കാരണം ഈ അമ്മ പറയുമ്പോൾ സെക്രട്ടറിയാണ് കൊടുക്കേണ്ടത്, സെക്രട്ടറി പറയും അമ്മ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെടുകാര്യസ്ഥയുടെ അവസ്ഥയിൽ അതിപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള മറ്റൊരു സത്യം. എന്നാൽ പോലും നമ്മൾക്ക് ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത് അപ്പോഴാണ്. ആണ് ഇത്തരം ക്യാമ്പുകൾ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പൂച്ചോലമാട് പ്രവാസി കൂട്ടായ്മയുടെ ആളുകൾ പ്രിയപ്പെട്ട ഇവിടെ നമ്മളെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ കിഡ്നി രോഗത്തിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളത്. കുറച്ച് അപ്പുറത്തേക്കാണ്ട് ഇത് നമ്മുടെ കരൾ രോഗ നിർണയത്തിൻ്റെ ചികിത്സാ കാര്യങ്ങൾ, അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ pH ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെയാണുള്ളത്. നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതൊക്കെ സജ്ജാക്കിയിട്ടുള്ളത്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കണ്ട് അനുസരിച്ച് പോയി. അപ്പോൾ അതിൽ ഓരോരോ സംഗതികളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോ രോഗങ്ങളുണ്ടോ, ഓരോ ഇതിൻ്റെ BP ഉണ്ടോ, പ്രഷറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇല്ല എന്നുള്ളതാണ് കൊടുത്തത്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പറയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ വലിയതും ഇല്ല എന്ന് പറഞ്ഞു പോകുന്നത്. അതിനനുസരിച്ച് ഇങ്ങനെ വലിയതും ഇല്ല എന്നുള്ളത് ഇങ്ങനെ ടിക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കാണ്ട് കണ്ടില്ലേ, ഒന്നുമില്ല. ഇതേ കുട്ടിപ്പ ലിവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. അവിടെ 200 ഉറുപ്പിക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ പ്ലേറ്റാണ് മറിച്ചിട്ട്. പക്ഷെ നമ്മളെ റാഷിദ് ആ നേരം നമ്മൾ ഇത് ആരെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ഓൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അതും കൂടി നോക്കാം. ഇതിൻ്റെയൊക്കെ കാരണം ജീവിതശൈലി തെറ്റായി പോകുന്നതാണ്. ഞാനൊരു മെത്തോളജിസ്റ്റാണ്. മെത്തോളജിസ്റ്റ് പറഞ്ഞ് കിഡ്നി രോഗങ്ങളെക്കുറിച്ച് പഠിച്ച് അതിന് വേണ്ടിയിട്ട് കിട്ടുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻ, പഴങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഒത്തിണക്കി ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വിശപ്പും ദാഹവും ഒക്കെ വരുന്നത് ഭക്ഷണം കഴിക്കാൻ ജസ്റ്റായിരുന്നു നമ്മൾ കേട്ടത്. നമ്മളൊരു ടൈം പോയി കഴിഞ്ഞാൽ ഡിപ്രഷൻ, ടെൻഷൻ, ആൻസൈറ്റി ഇതൊക്കെ വരുന്നത് ഈ ടൈം ആള് കൂടാടി. അപ്പോൾ നമ്മൾ യൂറിൻ്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാർഡ് കൊടുത്തുകൊണ്ട് അതിനുള്ള ബോട്ടിൽ കാര്യങ്ങൾ വാങ്ങിയിട്ട് യൂറിൻ ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ്. കിട്ടിയാ നോട്ടെ, കച്ചറ നോട്ടെ, കച്ചറാണല്ലോ കച്ചറ. കുട്ടിപ്പ മൂത്രട
കുട്ടിപ്പ മൂത്രത്തില് കച്ചറുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത സാമ്പിൾ എടുത്ത് കാണിഞ്ഞ് അടുത്തതായിട്ട് നമ്മളെ ലിവറിൻ്റെ ടെസ്റ്റ് റാഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതും കൂടി നമുക്ക് കാണണമല്ലോ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. ചെറുക്കൻ ലിവർ ടെസ്റ്റ് ചെയ്യണേ. ബ്ലഡ് എടുത്താ എടുത്തിട്ടില്ലല്ലോ, ബ്ലഡ് എടുത്തുക്കണോ അല്ലല്ലോ. ഒരു ടീസ്പൂൺ ഏകദേശം 5 ഗ്രാം ഏകദേശം 3-4 സ്പൂൺ ഒഴിച്ച് മാത്രം കൊടുക്കുന്നു. അതെല്ലാം മാക്സിമം ഉപയോഗിക്കുന്നത് അത് പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം നോർമലായ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരോഗ്യപരമായ കിഡ്നികൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ കൺട്രോൾ ശരീരത്തിന് നഷ്ടപ്പെടുക. ശരീരത്തിൽ പൊട്ടാസ്യം അടിഞ്ഞുകൂടി അത് ഹാർട്ടിന് വളരെ കേട് വരുത്തുന്ന ഒരു ലവണമാണ്. പൊട്ടാസ്യം ഏറ്റവും പ്രധാന പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് ചീര, എത്താണ്ട ചോറിൻ്റെ നിറം എങ്ങനെയാ? ഗ്രേപ്സ്, മുന്തിരി, സപ്പോട്ട, ഇങ്ങനത്തെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ അമിതമായ മാർക്കറ്റുകൾ എന്ത് ചോറുണ്ട് ചോറുണ്ട്. ഇത് നല്ല കട്ട ചോറുണ്ട്. ഞാൻ പോത്തിന് മാത്രം എങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തരുടെയും ആ ഒരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഇവിടെ ഇങ്ങനെ വിവരിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഇളക്കി കൊടുത്താൽ വരൂല. വ്യത്യാസം ഉണ്ടാവും. വരാൻ പറ്റില്ല. അല്ല ഒഴിപ്പിക്കുന്ന കാര്യത്തില്ല. അതൊക്കെ ടെസ്റ്റ് ചെയ്തേക്കടാ. അങ്ങനെ നമ്മൾ ക്യാമ്പിൽ വളണ്ടിയേഴ്സ് പിന്നെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കഴിക്കുകയാണ്. നമ്മളെ കുഞ്ഞാപ്പുവാണ് സ്പോൺസർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഭക്ഷണം സെറ്റാക്കുന്ന തിരക്കിലാണ്. എല്ലാവരും കറിയിട്ട് തന്നെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനല്ലോ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അസ്സലാമലൈക്കും. ഇന്ന് പൂച്ചോലമാട് പ്രവാസി സംഘവും കൊണ്ടൂർ ശഹാബ്ദങ്ങൾ ഡയൽ സെൻ്ററും സംയുക്തമായി നടത്തിയ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് എന്തുകൊണ്ടും മനോഹരമായിരുന്നു. 250ഓളം ആളുകളെ പിന്നെ നമ്മൾ പരിശോധിച്ചു. അതിൻ്റെ റിസൾട്ട് പരിപൂർണ്ണമായിട്ട് വരുന്നേ ഉള്ളൂ. എത്ര കിഡ്നി രോഗികൾ എത്ര ഉണ്ട് പറ്റിയത് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അതിൻ്റെ റിസൾട്ട് വന്നാലേ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ക്യാമ്പ് സംഘാടന മികവ് കൊണ്ടും വളണ്ടിയർമാരുടെ പിന്നെ സാന്നിധ്യം കൊണ്ടും അവരുടെ പിന്നെ എന്താ പറയുക ആത്മാർപ്പണത്തോടു കൂടിയുള്ള പ്രവർത്തനം കൊണ്ടുമൊക്കെ ക്യാമ്പ് പരിപൂർണമായിരുന്നു. നല്ല വിജയമായിരുന്നു. നല്ല ആളുകളുടെ 250ഓളം ആളുകളെ ഇവിടെ പരിശോധിക്കാനെത്തി. അവരൊക്കെ പരിശോധിച്ച് റിസൾട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ പിന്നെ പരിശോധന 100ൽ പരം ആളുകൾ വീടുകളിൽ നിന്ന് വെള്ളവുമായി എത്തി. അവരുടെ പരിശോധനയും നമ്മൾ പൂർത്തിയാക്കി. വളരെ മനോഹരമായി ക്യാമ്പ് സംഘടിപ്പിച്ച ഇവിടുത്തെ പ്രവാസി സംഘത്തെയും അതോടൊപ്പം തന്നെ മറ്റുള്ള മുഴുവൻ ആളുകളെയും മുക്തകണ്ഠം കൊണ്ടോട്ട് ശഹാബ്ദങ്ങൾ ഡയൽ സെൻ്ററിൻ്റെ പേരിൽ പ്രശംസിക്കുന്നു. എല്ലാവരും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ഏതായാലും നമ്മുടെ പ്രവാസി കൂട്ടായ്മയുടെ ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മാഷാഅല്ലാ, എല്ലാം കൊണ്ടും നാടിനും നാട്ടുകാർക്കും അതിലുപരി നമ്മളെല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. അതിന് സഹകരിച്ച ഇവിടെയുള്ള ഈ യൂത്തന്മാർ, വിവിധ പാർട്ടികളുടെ നേതാക്കന്മാർ, നാട്ടുകാർ, കാരണവന്മാർ, കണ്ണമൺ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വന്ന സന്ദർശനം, അങ്ങനെ എല്ലാം നിൽക്കും എല്ലാം കൊണ്ടും ഒരു സംഭവമായി ഈ പൂച്ചോലമാട് ചരിത്രത്തെ ഇതിൽ രേഖപ്പെടുത്തും. സന്തോഷം. പരിപാടിനെ കുറിച്ച് പരിപാടി ഗംഭീരമായിരുന്നു. ഇതുവരെയും പൂച്ചോലമാട് ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. അടിപൊളി പരിപാടിയാണ്. നമ്മുടെ പരിപാടിനെ കുറിച്ച് വളരെ നല്ല ഒരു പരിപാടി, നല്ല സക്സസ് ആയി. അത്യാവശ്യം നല്ല ആള് പ്രതീക്ഷിച്ചില്ല, അപ്പോഴും ആൾക്കാർ പങ്കെടുത്തു. നിങ്ങളെ ചിരിമ തന്നെ കാണാണ്ടേ വിജയമായിരുന്നു. നമ്മൾ മെയിനായിട്ട് ഇവിടെ എന്തൊക്കെയാണ് പരിപാടി? മെയിനായിട്ട് ഇവിടെ എന്താ പറയുക, കിഡ്നി ടെസ്റ്റ് ആയിരുന്നു. കിഡ്നിൻ്റെ പിന്നെ ലിവറിൻ്റെ ടെസ്റ്റും കൂടെ നടത്തിയിരുന്നു. കുടിവെള്ളത്തിൻ്റെ അക്യൂരിറ്റി പരിശോധന ഉണ്ടായിരുന്നു. ഒക്കെ എല്ലാം നാട്ടിലെ ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. അൽഹംദുലില്ലാ. ഇനി ഇതുപോലത്തെ പരിപാടികൾ ഇവിടെ നാട്ടിലെല്ലാവരും നടത്തട്ടെ. ഇവിടെ പൂച്ചോലമാട് പ്രവാസി കൂട്ടായ്മ നടത്തിയ ഈ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് ശ്രദ്ധേയവും നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണ കൊണ്ടും എല്ലാവരും വന്ന് ടെസ്റ്റ് ചെയ്തു വൻ വിജയമായിട്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഒരു സാഹചര്യം ഒരുക്കലാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. എൻ്റെ നാട്ടുകാർ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതശൈലിയായ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാവണമെന്നും കൂടി അഭ്യർത്ഥിക്കുക. മനോ, ഞങ്ങളെ പ്രവാസി കൂട്ടായ്മൻ്റെ ഞങ്ങൾ തുടക്കാണ് ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ്. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പിൻ്റെ? ഒന്നുമില്ല, നമ്മളിവിടെ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു കിഡ്നി പരിശോധന ക്യാമ്പ് നടക്കുന്നത്. എത്ര ആൾ ഏകദേശം നമ്മൾ പങ്കെടുത്തു? അത്യാവശ്യം നല്ല 300ഓളം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ ഏകദേശം അതെ ടോക്കൺ എടുത്ത ആളുകളൊക്കെ 270 സംതിങ് ആളുകളെങ്ങാണ്ട് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടോ? പോരായ്മകൾ എന്ന് പറയത്തക്ക പോരായ്മകളൊന്നുമില്ല. വെള്ളം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ല, എല്ലാം അല്ലേ നമ്മുടെ പ്രതീക്ഷയിലും കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ചില്ലേറെ ഇതൊരു നിങ്ങൾ ഒരുപാട് മുമ്പേ പ്ലാൻ ചെയ്ത സംഭവം ഒന്നുമല്ലല്ലോ, പെട്ടെന്ന് തട്ടിക്കൂട്ടിയ സംഭവമല്ലേ. എന്നാലും അതിൽ നിങ്ങൾ ആ ഒരു കുറഞ്ഞ സമയത്തിൽ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് എല്ലാവരുടെയും ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മയുടെ ഒരു ഫലം തന്നെയാണ്. റിസൾട്ട് ഉണ്ട്. അതുപോലെ നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്നിച്ച് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടത്തിയത്. പ്രവാസി കൂട്ടായ്മയുടെ പ്രോഗ്രാം ആയിരുന്നെങ്കിൽ പോലും അവർ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളെയും അതുപോലെ തന്നെ യുവാക്കളെയും എല്ലാവരെയും ക്ലബ്ബ് എൻ്റെ കുട്ടികളെ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ജനകീയമായ ഒരു പ്രോഗ്രാമായി. അതൊക്കെ നമ്മളെ ഈ പരിപാടിനെ കുറിച്ചുള്ള നിങ്ങളൊരു പരിപാടി പൊതുവെ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു കുച്ചലമാട് ഗ്രാമത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ നല്ല പരിപാടിയാണ്. ഇപ്പം കിഡ്നി ആണെങ്കിലും ലിവർ ആണെങ്കിലും ഉണ്ടോ ഇല്ല എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു പരീക്ഷണം നടത്തണമല്ലോ. അപ്പോൾ പരീക്ഷണത്തിൽ അധികം ആളുകൾ വിജയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും വിജയിക്കട്ടെ എന്നുള്ളതാണ് നമ്മളേക്കുള്ളത്. കാരണം രോഗികൾ വരരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും ഇവിടെ നമ്മളെ പ്രവാസി കൂട്ടായ്മ ആണെങ്കിലും ഏത് സന്നദ്ധ സംഘടനകളാണെങ്കിലും നടത്തട്ടെ എന്ന് ഈ പരിപാടി നടത്തുന്ന എല്ലാ ഇതിൻ്റെ മുൻകൈയെടുത്ത ഇതിൻ്റെ പ്രവാസി കൂട്ടായ്മയുടെ എല്ലാ സാരഥികൾക്കും ഒരുപാട് ഒരു അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട്. നമ്മളിന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ തന്നെയാണ്. നമ്മൾ കിഡ്നി രോഗ നിർണയ ക്യാമ്പ്, പിന്നെ അതേപോലെ ലിവർ ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അകത്തുകയാണ് നിങ്ങളൊരു അഭിപ്രായം? എന്താ വെച്ചാൽ ഉഷാറായി. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനായിട്ട് ആൾക്കാരല്ലേ നമ്മൾ പ്രതീക്ഷിക്കാട്ടി ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്തു. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഉഷാറാണ്. പ്രവാസി കൂട്ടായ്മ ഇനി ഇതേപോലത്തെ പരിപാടികൾ കണ്ടക്ട് ചെയ്യട്ടെ. നമ്മളെല്ലാം സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, തുടക്കം മുതൽ നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടോട്ടി ഷിയാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ സഹകരണത്തോടെ പൂച്ചോലമാട് പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച സൗജന്യ കിഡ്നി രോഗ നിർണയ കുടിവെള്ള പരിശോധന ക്യാമ്പിലാണ് ഉള്ളത്. വളരെ നിസ്സീമമായ ഒരു പ്രവർത്തനമാണ് ഇവിടുത്തുകാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ ഏകദേശം 250ഓളം ആളുകളുടെ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് നടത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ 150ഓളം കുടിവെള്ള പരിശോധന വീടുകളിൽ നല്ല വെള്ളം കൊണ്ടുവന്ന് പ്രഥമ പരിശോധന ഇവിടെ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. വളരെ സിദ്ധമായ ഏറ്റവും നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ പൂച്ചോലമാട് പ്രവാസി കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാര്യങ്ങളിൽ കിഡ്നി രോഗ നിർണയം നമുക്കറിയാലോ, നമ്മളെയൊക്കെ നിത്യ രോഗം, പല രോഗങ്ങളും നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് കിഡ്നി രോഗം എന്നുള്ളത്.
ഇന്ന് ഇവിടെ തന്നെ ഒരുപാട് ഒട്ടനവധി ആളുകൾ നിങ്ങളുടെയൊക്കെ നാടുകളിലും നടത്തിയതുപോലെ തന്നെ ഇവിടെ ഇന്ന് 200-ലേറെ 250ഓളം ആളുകളുടെ കിഡ്നി രോഗ നിർണയം നടത്തുകയും അതിൽ എത്രത്തോളം കിഡ്നിയിൽ വേരിയേഷനുള്ള ആളുകളെ അതുപോലെ തന്നെ ക്രിയാറ്റിൻ്റെ കൂടുതലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി അത് സംഘാടകരെ അറിയിക്കുകയും ഇതിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ട ആളുകൾക്ക് കൃത്യമായി കൗൺസിലിങ്ങും ബോധവൽക്കരണ ക്ലാസും ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യത്തിലായാലും ഇതേ രീതിയിൽ അവരുടെ വെള്ളത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി അതിൽ മാറ്റം വരുത്തേണ്ട ആളുകളെ അതിൽ ചെയ്യേണ്ട മറ്റ് ബാക്കി പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഫിൽട്ടർ വെക്കേണ്ട ആളുകൾക്ക് ഫിൽട്ടർ വെക്കേണ്ട മറ്റ് മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇവർക്ക് നമ്മൾ നൽകുകയുണ്ടായി. നമ്മൾ ഏകദേശം കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വിധം ഇന്ന് കേരളത്തിന്റെ പുറത്തും വ്യാപിച്ച് നടക്കുന്ന ഒരു മൊബൈൽ ലബോറട്ടറി സംവിധാനമാണ്. അതിന്റെ കീഴിൽ തന്നെ ഇന്ന് ഞങ്ങൾ വേങ്ങര അച്ഛനമ്പലം പൂച്ചോലമാട് പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിന്നാണ് ഇത്രയും ഇവിടുത്തുകാരൊരുക്കിയ ഈ പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ ഇവർ സംഘടിപ്പിച്ച ക്യാമ്പിൽ ഇതിന്റെ വളണ്ടിയേഴ്സിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള മികവ് ഏറെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഏകദേശം 10-30ഓളം വരുന്ന വളണ്ടിയർ സംവിധാനം, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രായഭേദമന്യേ യുവാക്കളും മറ്റു കുട്ടികളും പഠിക്കുന്ന വിദ്യാർത്ഥികളും കാരണവന്മാരും ഉൾപ്പെടെ അണിനിരുന്ന അതിമനോഹരമായ എല്ലാം കൊണ്ടും നമുക്ക് വളരെ നിറഞ്ഞു നിന്ന ഒരു സംവിധാനമായിരുന്നു പൂച്ചോലമാട് പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച കിഡ്നി ക്യാമ്പ്. എല്ലാ അർത്ഥത്തിലും ഈ നാട്ടുകാർക്ക് സംഘടിപ്പിച്ച പ്രവാസി കൂട്ടായ്മക്കും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ പേരിലും ഞങ്ങളുടെ മൊബൈൽ ലബോറട്ടറി ടീമിന്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഭാവിയിലും ഇത്തരത്തിലുള്ള തുടർ നന്മയാർന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ പ്രവാസി കൂട്ടായ്മക്കും ഇവിടുത്തെ നാട്ടുകാർക്കും സാധിക്കട്ടെ എന്നും ഒക്കെ കൊണ്ടോട്ടിയിലുള്ള ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ സന്ദർശിക്കണമെന്നും നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ആ സെന്ററിന്റെ കൂടെ മുന്നോട്ടുള്ള പ്രയാണത്തിലും നിങ്ങളൊക്കെ ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവസാനം നല്ലോണം നമ്മളെ ഓല സാധനങ്ങളൊക്കെ ഓല വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടി അൽഹംദുലില്ലാ പരിപൂർണമായിട്ട് വിജയത്തിൽ കലാശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അവർ ഇതൊക്കെ തേറ്റ് ഓല ഇതന്നെ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. നമ്മുടെ നാട്ടിലെ പ്രവാസി കൂട്ടായ്മൻ്റെ കീഴിൽ നടന്ന പരിപാടിയുടെ വിശേഷങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടത്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് വെരി വെൽ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മൾ മാക്സിമം തന്നെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മളവിടെ കുറേ ഡ്യൂട്ടി കാര്യസൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും ഓരോരുത്തരുടെ കയ്യിൽ ഇങ്ങനെ ഫോൺ കൊടുത്ത് പല ഫോണുകളിലേക്കാണ് ഷൂട്ട് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ആയതുകൊണ്ടാണ് ഒരാഴ്ചത്തോളം ലേറ്റ് ആയത്. അതിൻ്റെ ഇടയിൽ കുട്ടിപ്പാൻ്റെ ഫോണിലെടുത്ത് കുട്ടിപ്പാൻ്റെ ഫോണിനെ കുറിച്ച് കംപ്ലയിൻ്റ് ആയിക്കാണ്ട് അങ്ങനെയൊക്കെ ഡിലേ വന്നു. എന്നാലും അൽഹംദുലില്ലാ നമ്മൾ ഇപ്പോൾ മുമ്പൊക്കെ ആ ഒരു വീഡിയോ എത്തിക്കുകയാണ്. മാക്സിമം എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോകളുമായി നമ്മുടെ ഉടനെ തന്നെ വരും. ഇപി വ്ളോഗ്സ് സൈനിങ് ഓഫ്.